കേന്ദ്ര സർക്കാർ ഇടപെടലെന്ന ആരോപണത്തിന് പിന്നാലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നാടകീയ രംഗങ്ങൾ. അക്കാദമി പുരസ്കാര പ്രഖ്യാപനത്തിന് വിളിച്ച വാർത്താ സമ്മേളനം അവസാന നിമിഷം മാറ്റിവെച്ചു. സാംസ്കാരിക മന്ത്രാലയം കൈകടത്തിയത് പ്രഖ്യാപനത്തിന്റെ 10 മിനിറ്റ് മുൻപെന്ന് അക്കാദമി അംഗം മോഹൻ സിംഗ് അതൃപ്തി അറിയിച്ചെന്ന് കെ.പി. രാമനുണ്ണി. ഒട്ടും ഭൂഷണമല്ല, സാഹിത്യ അക്കാദമിക്കും ഭൂഷണമല്ല, സർക്കാരിനും ഭൂഷണമല്ല, ഇവിടെയുള്ള എഴുത്തുകാർക്കും ഭൂഷണമല്ല. അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന കാര്യം ഞങ്ങൾ വിട്ടു പറഞ്ഞിട്ടുണ്ട്. IFFK-യിലെ സിനിമാ വിലക്കിൽ വഴങ്ങി കേരളം. കേന്ദ്രം വിലക്ക് ഏർപ്പെടുത്തിയ 6 സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കില്ല. തീരുമാനം കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചതിന് പിന്നാലെ വിവാദങ്ങൾ കുത്തിയൊഴുകിയ ചലച്ചിത്രമേളയ്ക്ക് നാളെ കൊടിയിറക്കം. മസാല ബോണ്ട് ഇടപാടിലെ നോട്ടീസിൽ ഇഡിക്ക് വീണ്ടും ഹൈക്കോടതിയുടെ പ്രഹരം. മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും അയച്ച നോട്ടീസ് സ്റ്റേ ചെയ്ത് നിർണായക ഉത്തരവ്. 3 മാസത്തേക്ക് നടപടികൾ പാടില്ലെന്നും കോടതി. നടിയെ ആക്രമിച്ച കേസിലെ കോടതി അലക്ഷ്യ ഹർജിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ദിലീപ്. കോടതിയിൽ പറയാത്ത കാര്യങ്ങൾ ചാനലുകളിൽ പറഞ്ഞെന്ന ആരോപണം. അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ ചോർത്തിയെന്നും പരാതി. ദിലീപിന്റെ പാസ്പോർട്ട് വിട്ടു നൽകാൻ കോടതിയുടെ ഉത്തരവ്. ആക്രമിക്കപ്പെട്ട നടിക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങളിൽ കടുത്ത നടപടിയിലേക്ക് സർക്കാർ. 2ാം പ്രതി മാർട്ടിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. വീഡിയോയ്ക്ക് പിന്നിൽ ഗൂഢാലോചന എന്ന സംശയത്തിൽ പോലീസ് മാർട്ടിനെ ജയിലിലെത്തി ചോദ്യം ചെയ്യും. ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദിനെതിരെ നടപടി വൈകുന്നതിൽ വിമർശനവും IWCC. ചലച്ചിത്ര പ്രവർത്തക നേരിട്ട അതിക്രമം IFFK നടത്തിപ്പിലെ അപഭ്രംശം എന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. പോലീസിന്റെ മെല്ലപ്പോക്ക് ആശങ്കാജനകം. കുഞ്ഞു മുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. പ്രതിപക്ഷ പ്രതിഷേധത്തിന് പുല്ലുവില കൽപ്പിച്ച് തൊഴിലുറപ്പ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ മറുപടി പ്രസംഗത്തിനിടെ ബില്ല് കീറി പ്രതിഷേധിച്ച പ്രതിപക്ഷം. मैं इन निराश और हताश लोगों को अटल जी की पंक्तियां सुना के अपनी बात समाप्त करता हूं. गीत नया गाता हूं, टूटे हुए तारों से टूटे बासंती स्वर, पत्थर की छाती में उगाया नव अंकर, भरे सब पीले पात. ബഹളത്തിന് കീഴടങ്ങില്ലെന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ. പാലക്കാട് ധോണിയിൽ കാർ കത്തി ഒരു മരണം. മരിച്ച ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആത്മഹത്യയാണെന്ന് പ്രാഥമിക നിഗമനം. കാർ മുണ്ടൂർ വേലിക്കാട് സ്വദേശിയുടേതെന്ന് പോലീസ്. സ്വർണ്ണക്കൊള്ള പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം പാരമ്യത്തിൽ. നിയമ നടപടിയിൽ കലാകാരന്മാരെ സംരക്ഷിക്കുമെന്ന് VD സതീശൻ. പാട്ടുപാടി MP-മാരെ അറസ്റ്റ് ചെയ്യാൻ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വെല്ലുവിളി. IFFK വേദിയിൽ പാട്ടുപാടി പ്രതിഷേധിച്ച് ചാണ്ടി ഉമ്മൻ. വിശ്വാസികൾ നൽകിയ പരാതി മുറയ്ക്ക് പോകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. പോറ്റിയെ പാരഡി ഗാനക്കേസിൽ അതിവേഗ നടപടിയുമായി പോലീസ്. ഗാനം പങ്കുവച്ചവരുടെ വിവരങ്ങൾ തേടി മെറ്റയ്ക്ക് കത്ത്. മുഖ്യമന്ത്രിയുടെ ചിത്രം ഉപയോഗിച്ചുള്ള പ്രചാരണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന അന്വേഷണ സംഘം. സിസ്റ്റത്തെ അപകടകരമായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് അണിയറ പ്രവർത്തകരുടെ അഭിഭാഷകൻ. അഡ്വക്കേറ്റ് P. ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ മേയർ. തീരുമാനം ഏകകണ്ഠമെന്ന് K. സുധാകരൻ. മേയർ പദവി പാർട്ടി തന്ന ഏറ്റവും വലിയ അംഗീകാരമെന്ന് ഇന്ദിര. കോഴിക്കോട് O. സദാശിവൻ LDFിന്റെ മേയർ സ്ഥാനാർത്ഥി. ഡോക്ടർ K. ജയശ്രീ ഡെപ്യൂട്ടി മേയറാകും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ ആര്യ രാജേന്ദ്രനെ രൂക്ഷമായി വിമർശിച്ച് വെള്ളാപ്പള്ളി നടേശൻ. വിനയായത് ആര്യയുടെ അഹങ്കാരം. ആളുകളുടെ പെരുമാറ്റം മോശം.
അധികാരത്തിലിരിക്കുന്നവരൊന്നും വിനയമല്ലേ വേണ്ടത്? ആ വിനയം കാണിക്കാതെ ആ പ്രായത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ ദാർഢ്യവും അഹങ്കാരവും അത് വളരെ ചർച്ചാ വിഷയമാകുകയും അത് ഇന്നും ലൈവായിട്ട് നിൽക്കുകയും ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അതൊരു കാരണം തന്നെയായിരുന്നു. BJP-ക്കൊപ്പം നടന്ന ചെരുപ്പ് തേഞ്ഞ BDJS-ൽ ഇടതുപക്ഷത്തിനൊപ്പം പോകണമെന്ന് ആഗ്രഹമുള്ളവർ ഉണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ. நீங்க என்ன ட்ரை பண்ணாலும் எல்லாத்தையும் விட்டுட்டு மக்களுக்காக வந்திருக்கிற இந்த விஜய மக்கள் ஒரு நாளும் கைவிட மாட்டாங்க. மக்கள் கூடவே நிக்கிறாங்க, கூடவே நிப்பாங்கன்னு அவங்களுக்கு தெரியாம போச்சு. DMK കടന്നാക്രമിച്ച TVK-യുടെ ഈറോഡ് പൊതുസമ്മേളനം. DMK തിന്മയുടെ ശക്തി എന്ന വിജയ്, ആശയപരമായ ശത്രുക്കൾ BJP എന്നും പ്രഖ്യാപനം. ഈറോഡിനെ ആൾക്കടലാക്കിയ സമ്മേളനത്തിൽ അണിനിരന്ന് 10,000. മുനമ്പത്തെ ഭൂതർക്കത്തിൽ കരം സ്വീകരിക്കലല്ലാതെ മേൽ നടപടി പാടില്ലെന്ന് ഹൈക്കോടതി. പോക്കുവരവ് നടപടികൾക്കുള്ള അനുമതിക്ക് താൽക്കാലിക സ്റ്റേ. വഖഫ് സംരക്ഷണ സമിതിയുടെ ഹർജിയിൽ വിശദമായ വാദം ക്രിസ്മസ് അവധിക്ക് ശേഷം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ അറസ്റ്റ് വിലക്ക് നീട്ടി ഹൈക്കോടതി. ജനുവരി 7 വരെ വിലക്ക് തുടരും. അതിജീവിതയെ അധിക്ഷേപിച്ച സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീക്ക് താൽക്കാലിക ആശ്വാസം. ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ സുപ്രീം കോടതി. ജനുവരി 8-ന് SIT-ക്ക് മുന്നിൽ ഹാജരാകണമെന്ന നിർദ്ദേശം. A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. ജയിൽ DIG-ക്കെതിരായ കോഴക്കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. TP വധക്കേസ് പ്രതികളിൽ നിന്ന് വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയെന്ന് വിജിലൻസ് കണ്ടെത്തൽ. കൊടിസുനിയും അണ്ണൻ സിജിത്തും പണം കൈമാറിയത് DIG-യുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്ക്. കോഴ കൈപ്പറ്റാൻ DIG-ക്ക് ഇടനിലക്കാരനും. വിനോദ് കുമാറിനെ ഉടൻ സസ്പെൻഡ് ചെയ്തേക്കും. VC നിയമനത്തിലെ സമവായം സുപ്രീം കോടതിയെ അറിയിച്ച് ഗവർണറും സർക്കാരും. തർക്കപരിഹാരത്തിൽ സന്തോഷം. ഒരു കാപ്പി കുടിച്ച് പ്രശ്നങ്ങൾ തീർക്കണമെന്നും കോടതി. ഗവർണർ മുഖ്യമന്ത്രി സമവായത്തിൽ CPI-ക്ക് കടുത്ത അതൃപ്തി. സമവായം വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനെന്ന് LDF കൺവീനർ. പാലക്കാട് പ്രവാസിയെ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയതിന്റെ ക്രൂരത വെളിവാക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മലപ്പുറം സ്വദേശിയെ കണ്ണും കൈയും കെട്ടി മർദ്ദിച്ച് അവശനാക്കിയ നിലയിൽ കേസിൽ ഇതുവരെ പിടിയിലായത് 8 പേർ. കേരളത്തിൽ തുടർക്കഥയാകുന്ന ദേശീയപാത അപകടങ്ങൾ ലോക്സഭയിൽ ഉന്നയിച്ച് KC വേണുഗോപാൽ. കേരളത്തിൽ മഴ കൂടിയത് അപകടങ്ങൾക്ക് വഴിയൊരുക്കിയെന്ന് ഗതാഗത മന്ത്രിയുടെ മറുപടി. പ്രശ്നങ്ങൾ പരിഹരിച്ച് മാർച്ചിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും നിതിൻ ഗഡ്കരിയുടെ ഉറപ്പ്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ 24 ലക്ഷത്തോളം പേർ പട്ടികയ്ക്ക് പുറത്താകാൻ സാധ്യത. എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ 100% പൂർത്തിയായെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ SIR നടപടികൾ 2 ആഴ്ച കൂടി നീട്ടണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി. സിഡ്നി വെടിവെപ്പിൽ കൊല്ലപ്പെട്ട 10 വയസ്സുകാരി മെറ്റിൽഡയ്ക്ക് വികാരഭരിതമായ യാത്രാമൊഴി. സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ആയിരങ്ങൾ. ഹനൂക്ക ആഘോഷത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് 15 പേർക്ക്. ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസയിൽ ആശങ്കയേറ്റി കൊടും ശൈത്യവും തുടരുന്നു. തണുപ്പേറ്റ് 1 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചെന്ന് ആരോഗ്യ മന്ത്രാലയം. ഇതുവരെ ജീവൻ നഷ്ടമായത് 4 കുരുന്നുകൾക്ക്. അഭയാർത്ഥി ക്യാമ്പുകളിൽ ദുരിത ജീവിതം. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഒമാനും. നിർണായക കരാർ. പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനത്തിനിടെ വ്യാപാര നികുതി ഇളവ്, നിക്ഷേപ വർധനവ് എന്നിവ ലക്ഷ്യം. മസ്കത്തിൽ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് മോദി. പ്രൗഢിയും പ്രതാപവും തിരിച്ചുപിടിച്ച് അമേരിക്കയെ ശക്തിപ്പെടുത്തിയത് താനെന്ന ഡൊണാൾഡ് ട്രംപ്. 8 യുദ്ധങ്ങൾ 10 മാസം കൊണ്ട് അവസാനിപ്പിച്ചെന്ന അവകാശവാദം. മധ്യേഷ്യയിൽ 3000 വർഷങ്ങൾക്ക് ശേഷം
സമാധാനം പുനഃസ്ഥാപിച്ചത് താനെന്നും ട്രംപ്. ഡൊണാൾഡ് ട്രംപിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ. പ്രകൃതി വിഭവങ്ങളും സമ്പത്തും കൊള്ളയടിക്കാൻ ട്രംപ് പല വഴികൾ തേടുന്നു. വെനസ്വേലയെ വീണ്ടും അമേരിക്കൻ കോളനിയാക്കി മാറ്റാൻ ശ്രമമെന്നും ആരോപണം. ഗാസ വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കുന്നതിന് കനേഡിയൻ പ്രതിനിധി സംഘത്തിന് വിലക്ക്. 6 പാർലമെന്റ് അംഗങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ഇസ്രായേൽ. നടപടി ഭീകര സംഘടനയുമായി സംഘത്തിലുള്ളവർക്ക് ബന്ധമെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ നടപടിക്കെതിരെ കനത്ത പ്രതിഷേധം. ഓസ്കർ ലൈവ് ഇനി യൂട്യൂബിലേക്ക്. മുഴുവൻ ഓസ്കാർ കാഴ്ചകളും യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് തത്സമയം ദൃശ്യമാകും. യൂട്യൂബുമായി കരാർ ഒപ്പുവെച്ച അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ്. യൂട്യൂബ് സംപ്രേഷണം 2029 മുതൽ. ഇറ്റാലിയൻ സൂപ്പർ കപ്പിൽ സെമി പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ AC മിലാന് നാപ്പോളി എതിരാളികൾ. ലുക്ക മോഡ്രിച്ചും ഡിബ്രൂയിനും നേർക്കുനേർ. മത്സരം റിയാദിൽ രാത്രി 12:30.